ഇത് തന്നെയാണ് അടൂർ പ്രകാശിൻ്റെ സ്ഥിതി. പുള്ളി നേരത്തെ മന്ത്രിയായിട്ടുള്ള ആളാണ്. ഉമ്മൻചാണ്ടിയുടെ 2 മന്ത്രിസഭയിലും അടൂർ പ്രകാശ് ഉണ്ടായിരുന്നു. 5-7 കൊല്ലം അദ്ദേഹം നമ്മളെയൊക്കെ ഭരിച്ചതാണ്. ഇനിയും ഭരിക്കാൻ തയ്യാറാണ്. പക്ഷേ എന്തു ചെയ്യാം, ഇപ്പോൾ പാർലമെൻറ്റ് അംഗമാണ്, ആറ്റിങ്ങൽ നിന്നുള്ള MP ആണ്. മത്സരിക്കാൻ തയ്യാറാണ്. കോന്നി മണ്ഡലത്തിൽ അടൂർ പ്രകാശ് അല്ലാതെ ആര് മത്സരിച്ചാലും ജയിക്കില്ലെന്നാണ് പ്രകാശ് പറയുന്നത്. ഇനി ആരെങ്കിലും ജയിക്കാമെന്ന് വിചാരിച്ചാൽ പുള്ളി അവരെ ജയിക്കാൻ സമ്മതിക്കുകയില്ല. അവനെ കാലുവാരി പുള്ളിയെ തോപ്പിക്കും. അതുകൊണ്ട് കോന്നിയുടെ ഭാവി സുരക്ഷിതമാക്കൂ, അടൂർ പ്രകാശിനെ തിരിച്ചു വിളിക്കൂ. ഇതാണ് അദ്ദേഹത്തിൻ്റെ മുദ്രാവാക്യം. ജനങ്ങളെ സേവിക്കാനുള്ള ത്വര കൊണ്ട് മാത്രം കേട്ടോ, അല്ലാതെ ഈ മന്ത്രിയായിട്ട് എന്തെങ്കിലും കൈയിട്ട് വരണോ, അല്ലെങ്കിൽ അവിഹിതമായിട്ട് എന്തെങ്കിലും സമ്പാദിക്കാനോ, അല്ലെങ്കിൽ ഈ സോളാർ പോലെ എന്തെങ്കിലും വിവാദത്തിൽ ചെന്ന് ചാടാൻ വേണ്ടിയിട്ടല്ല. രാജ്യം നന്നായി കാണണം എന്ന താല്പര്യം കൊണ്ടാണ്. എനിക്ക് തോന്നുന്നു ഈ പാർലമെൻറ്റ് അംഗമായിരുന്നിട്ട് നിയമസഭയ്ക്ക് മത്സരിക്കാൻ ആഗ്രഹിക്കാത്ത ഒറ്റ ആളും അത് നമ്മുടെ രാജ്മോഹൻ ഉണ്ണിത്താനാണ്.